The Real FM 103.6. ശ്രദ്ധ. കേരളത്തിലെ കടൽ മേഖലകളിൽ നിന്നും 35,000 കോടി രൂപയുടെ മണൽ ഖനനം ചെയ്യുന്നതിനുള്ള പദ്ധതി കേന്ദ്രം ആവിഷ്കരിച്ചു. നിലവിൽ പൊന്നാനി, ചാവക്കാട്, ആലപ്പുഴ, കൊല്ലം എന്നിവിടങ്ങളിലെ കടൽ മേഖലകളിലാണ് ഖനന പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത്. ഇത്തരത്തിൽ മണൽ കോരിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് ആദ്യം സംസാരിക്കുന്നു കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ ഗൗരവമേറിയ ചില വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രമേറിയ ഗൗരവമേറിയ വിഷയം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തിയിട്ടില്ല ഗവൺമെന്റ്. 2, ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടില്ല. 3, കൺസേൺഡ് സ്റ്റേറ്റുകളുമായി കൺസൾട്ട് ചെയ്യുകയോ ഓരോ അഭിപ്രായങ്ങൾ കണക്കെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഖനനം ചെയ്യുന്നത് കൊല്ലം പരപ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. കൊല്ലം പരപ്പ് എന്ന് പറയുന്നത് അങ്ങ് വർക്കല മുതൽ അമ്പലപ്പുഴ വരെ കിടക്കുന്ന വളരെ വിസ്തൃതമായ ഒരു പ്രദേശമാണ്. അവിടെയാണ് 30 കിലോമീറ്റർ, 33 കിലോമീറ്റർ, 27 കിലോമീറ്റർ അകലെയായിട്ട് മണൽശേഖരം കണ്ടെത്തിയിട്ട് അത് ഖനനം ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലുള്ള 22 മത്സ്യ സങ്കേതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതമാണ്. അവിടെയുള്ള മേൽമണ്ണ് ഏതാണ്ട് 1.5 മീറ്റർ മേൽമണ്ണുണ്ട്. അതിനകത്ത് ചെളിയുണ്ട്, പായലുണ്ട്, ജൈവ അവശിഷ്ടങ്ങളുണ്ട്. അത് മുഴുവൻ കലക്കി മാറ്റിയിട്ടാണ് അതിന് താഴെയുള്ള മണ്ണെടുക്കുന്നത്. 1 കിലോഗ്രാം മണ്ണെടുക്കുമ്പോൾ 2.5-3 കിലോഗ്രാം വരുന്ന മേൽമണ്ണും എടുത്ത് മാറ്റേണ്ടി വരും. ഈ മേൽമണ്ണാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മത്സ്യ സങ്കേതത്തിന്റെ സമ്പുഷ്ടതയുടെ പ്രധാനപ്പെട്ട ഹേതുവായി നിൽക്കുന്നത്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി മത്സ്യങ്ങളുടെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെടും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന കേന്ദ്രമാണ്. ഇവിടെ വേളപ്പാര, പാര, അതുപോലെ ഉപരിതല മത്സ്യങ്ങളായ ചാള, അയില, നെത്തോലി, വറ്റ, വിവിധ ഇനം ചെമ്മീനുകൾ, അതുപോലെ കൊഞ്ചുകൾ, കരിക്കാടി ചെമ്മീൻ, പൂവാലൻ ചെമ്മീൻ, സാൻഡ് ലോബ്സ്റ്റർ തുടങ്ങിയ വിവിധ ഇനം ചെമ്മീനുകളുടെ കൂടി ഒരു കേന്ദ്രമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഇത്രയധികം വൈവിധ്യമേറിയ മത്സ്യ ഉൽപ്പന്നങ്ങളില്ല. ഇത് പലതും നിലം പറ്റി കിടക്കുന്ന ഡെമേഴ്സൽ ഫിഷസ് ആണ് ഇതെല്ലാം. ഇതിങ്ങനെ തന്നെ കുത്തി ഇളക്കി എടുക്കുന്നതിന് ഇവിടെ ആവാസ വ്യവസ്ഥ പുറമെ നഷ്ടപ്പെടും. ലോകത്ത് ശാസ്ത്ര സമൂഹം ഇതിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 141 രാജ്യങ്ങളിലെ 600ഓളം ശാസ്ത്രജ്ഞരോട് ഒപ്പിട്ടൊരു നിവേദനം ലോകത്ത് മുഴുവൻ കൊടുത്തിരിക്കുകയാണ്. അതിൽ കേരളത്തിലെ ഗവേഷകർ ഒപ്പിട്ടിട്ടുണ്ട്. 2048 ആകുമ്പോൾ ലോകത്ത് ഭക്ഷ്യയോഗ്യമായ മുഴുവൻ മത്സ്യവും ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നുള്ള അലാമിംഗ് ആയ റിപ്പോർട്ട് തരുന്ന കാലമാണ്. അപ്പോൾ ലോകത്താകെ 2 കേന്ദ്ര മത്സ്യം ഉള്ളത്. അതൊന്ന് അറബിക്കടലാണ്, മറ്റൊന്ന് ബംഗാൾ കടലാണ്. ഈ കന്യാവനങ്ങളെ തകർക്കുന്ന നടപടിക്കു ഒരിക്കലും നമ്മൾ കൂട്ടുനിന്നുകൂടാ. അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം മത്സ്യങ്ങൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, കേരളത്തിൽ തീരത്തെ രക്ഷിക്കാൻ മാത്രമല്ല, കേരളത്തിന് മൊത്തം രക്ഷിക്കാൻ വേണ്ടിയുള്ള സമരമാണെന്ന് കാണേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. മത്സ്യങ്ങൾക്ക് വേണ്ടി, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, തീരത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി ഞങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അവസാനത്തെ ചോട്ടം വരെ ഞങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. മത്സ്യം ധാരാളമുള്ള മേഖലകളിൽ ഖനനം പാടില്ലെന്ന് യുണൈറ്റഡ് നാഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സമുദ്രത്തെ സ്വാഭാവിക ഉപജീവനമാർഗമായി സ്വീകരിച്ചവരുടെ തൊഴിൽ നഷ്ടമാവുകയും ചെയ്യും. സമുദ്ര മണൽ ഖനനം നടത്തുന്നുണ്ടെങ്കിൽ ഖനന പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിനു ശേഷം മാത്രമാവണം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ. കൊല്ലം പരപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സമുദ്ര വിഭാഗമാണ്. മത്സ്യസമ്പത്ത് ധാരാളമായിട്ടുള്ള സാധാരണ രീതിയിലുള്ള ഉപരിതല മത്സ്യങ്ങളും അത് തന്നെയല്ല വളരെ യുണീക്ക് ആയിട്ടുള്ള കരിക്കാടി എന്ന് പറഞ്ഞ മത്സ്യസമ്പത്തുള്ള കരിക്കാടി ഈ കൊല്ലം ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ആഴക്കടലിലുള്ള ഈ കൊഞ്ചു വർഗ്ഗങ്ങൾ, അതായത് ലോബ്സ്റ്റേഴ്സും ധാരാളം കാണുന്ന ഒരിടമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ സമുദ്ര മണൽ ഖനനം നടത്തണമെന്നുണ്ടെങ്കിൽ അത് മത്സ്യത്തൊഴിലാളികളെ അഫക്ട് ചെയ്യാതെ ആയിരിക്കണം. മത്സ്യം മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളും നമുക്ക് ഈ ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്നതാണ്, റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ മത്സ്യത്തൊഴിലാളികളും സംസ്ഥാന ഗവൺമെന്റും മത്സ്യ മന്ത്രാലയവുമായിട്ട്, അതായത് ഫിഷറീസ് മിനിസ്റ്ററുമായിട്ടും കൂടെ ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കൊച്ചി ആസ്ഥാനമായിട്ടുള്ള SEMAFARE ഉണ്ട്. പിന്നെ അത് തന്നെയല്ല NAO ഗോവ ആസ്ഥാനമായിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയുടെ കൊച്ചി കേന്ദ്രമുണ്ട്. അപ്പൊ ഈ 2 കേന്ദ്രത്തിനും ഇപ്പൊ SEMAFAREക്ക് ഫിഷറീസ് സംബന്ധമായിട്ട് എന്തൊക്കെ ഉപദേശങ്ങൾ നൽകാൻ പറ്റും, ഗോവയില് ഓഷ്യാനോഗ്രഫി സംബന്ധമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും നൽകാനാകും. അപ്പൊ ഇവരെല്ലാവരുമായിട്ടുള്ള ഒരു കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഏത് ഏരിയയിൽ നിന്ന് ഇങ്ങനത്തെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ മണൽ ഖനനം സാധ്യമാകൂ എന്ന് ഇവരെല്ലാവരും കൂടെ കൂടി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. കടലിൽ നിന്നും ധാതുക്കളും മണലും വാരുന്നത് മൂലം ആവാസ വ്യവസ്ഥയ്ക്കും മത്സ്യസമ്പത്തിനും തീരപ്രദേശത്തും
അനവധി പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. കേരള യൂണിവേഴ്സിറ്റി അക്വാറ്റിക് വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ എ ബിജുകുമാർ. ഇപ്പൊ കൊല്ലം തീരപ്രദേശത്ത് ആഴക്കടൽ മേഖലയിൽ ഖനനം നടത്തുന്ന ഒരു പ്രദേശം കൊല്ലം പരപ്പ് എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു മേഖലയാണ്. ഇത് ഒരുപക്ഷെ ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള മത്സ്യമേഖലകളിൽ ഒന്നാണ്. അതിനു പുറമെ നമ്മുടെ തീരപ്രദേശത്ത് കടലിനടിയിലെ പാറപ്പാരുകൾ എന്ന് പറയുന്ന ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള ഒരു മേഖലയുണ്ട്. ഇപ്പൊ കേരളത്തില് തന്നെ കണ്ടെത്തിയിട്ടുള്ള പവിഴപ്പുറ്റു ജീവികളിൽ 2/3 ഭാഗവും കാണപ്പെടുന്നത് കൊല്ലം മേഖലയിലാണ്. അത് കൊല്ലത്തിന്റെ തീരപ്രദേശങ്ങളിലെ അടിത്തട്ടില് കാണുന്ന പ്രത്യേകിച്ചും വെട്ടുകൽ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവയാണ് ഇവ ഏറിയ പങ്കും. ഇതൊരു വലിയ പ്രാധാന്യമുള്ള പ്രത്യേകിച്ചും പവിഴ ജീവികളൊക്കെ തന്നെയും വന്യജീവി സംരക്ഷണ പട്ടികയിൽ ഷെഡ്യൂൾ 1 വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവയെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു മേഖലകളും കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിർദ്ദിഷ്ടമായിട്ട് ഇപ്പം നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ ഖനന പ്രക്രിയ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളാക്കും പരിസ്ഥിതിയിൽ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് സമുദ്ര പരിസ്ഥിതിയിൽ. പ്രത്യേകിച്ച് കൊല്ലം പരപ്പുമായിട്ട് ബന്ധപ്പെട്ട കൊയിലോൺ ബാങ്ക് എന്ന് പറയുന്ന ഈ മേഖല ഏറ്റവും അധികം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യവിഭവങ്ങൾ ലഭ്യമാക്കുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല കൊല്ലം തീരത്തിന് അപ്പുറമുള്ള ആഴക്കടൽ മേഖല എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കയറ്റി അയക്കുന്ന ചെമ്മീനിന്റെ അതുപോലെ തന്നെ കണവ ഉൾപ്പെടെയുള്ള മറ്റു സമുദ്രജീവികളുടെ ഏറിയ പങ്കും സംഭാവന ചെയ്യുന്ന ഒരു മേഖലയും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആഴക്കടൽ ഖനനം, പ്രത്യേകിച്ച് പരിസ്ഥിതി ആഘാത പഠനങ്ങളൊന്നും ഇല്ലാതെ നടത്തുന്ന പഠനങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയേക്കാവുന്നത്. ഒന്ന്, ഈ ഖനനം നടത്തുമ്പോൾ നമ്മൾ മണലെടുക്കുന്നത് നിർമ്മാണ ആവശ്യത്തിനുള്ള മണലെന്നാണ് ധാരണ. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ മേഖലയിൽ നന്നായിട്ട് എക്കലടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേർതിരിച്ചെടുക്കുമ്പോൾ, മണൽ മാത്രമായി വേർതിരിച്ചെടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കലങ്ങുകയും അങ്ങനെ ഉൽപാദനക്ഷമത കുറയുകയും മത്സ്യം ഉൾപ്പെടെയുള്ള ജീവികളുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകുകയും ചെയ്യും എന്നതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് പല ജീവികളും മണൽ ഖനനം ഉണ്ടാകുമ്പോൾ തന്നെ ആ പ്രദേശത്ത് നിന്നും പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോൾ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമുദ്രജീവികളുടെ നിലനിൽപ്പിനെ ബാധിക്കാം എന്നുള്ളതാണ്. മറ്റൊരു വലിയൊരു പാരിസ്ഥിതിക പ്രശ്നം തീരശോഷണമാണ്. തീരത്തേക്ക് മണലെത്തിക്കുന്നത് സമുദ്രത്തിലൂടെയുള്ള മണലിന്റെ ഒഴുക്കും കൂടിയാണ്. അത് കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇത്തരം തീരം വെപ്പും തീരം എടുപ്പും കരയിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും മണൽ എടുത്തു മാറ്റുമ്പോൾ അത് തിരിച്ചവിടെ എത്താനായിട്ട് ഒരുപാട് സമയമെടുക്കും. അത്തരം പ്രക്രിയകളൊക്കെ മണലിന്റെ സ്വാഭാവികമായിട്ടുള്ള യാത്രയെയും അത് തീരം വെക്കുന്ന പ്രക്രിയയെയും കാര്യമായിട്ട് ബാധിച്ചേക്കാം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇത്തരം മണൽ എടുക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു മേഖലയിൽ മണൽ നിക്ഷേപമാണത്. അതിനകത്ത് ഒരുപാട് വിഷാംശമുള്ള വസ്തുക്കൾ ഉണ്ടാകാം. അതെല്ലാം എടുക്കുമ്പോൾ പെട്ടെന്ന് എടുത്തു മാറ്റുകയും അത് അവിടെ തന്നെ വൃത്തിയാക്കുകയും ചെയ്യുമ്പോൾ ആ മേഖലയിൽ വിഷവസ്തുക്കളുടെ സാന്നിധ്യം വളരെയധികം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്സിജൻ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ ഈ പ്രത്യേകിച്ചും ആൽഗൽ ബ്ലൂംസിന്, പ്രത്യേകിച്ച് വിഷാംശമുള്ള ആൽഗകൾ പെട്ടെന്ന് വളരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും കൊല്ലം, ആലപ്പുഴ തീരപ്രദേശങ്ങളിലാണ് ചാകര സമൃദ്ധമായിട്ട് കാണുന്നത്. അത് വെള്ളത്തിലെ ചെളിയുടെ തങ്ങി നിൽപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ്. ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും അധികം മത്സ്യം കിട്ടുന്ന ഒരു സമയവും കൂടിയാണിത്. അത്തരം ഈ ചാകര പോലുള്ള പ്രതിഭാസങ്ങൾക്ക് ഇത്തരത്തിലുള്ള മണലെടുപ്പും ഈ ചെളിയുടെ വ്യതിയാനത്തിൽ വരുന്ന വ്യത്യാസങ്ങളും ഒക്കെ തന്നെ എങ്ങനെയാണ് ഇത് സ്വാധീനം ചെലുത്തുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശദമായ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സമുദ്ര ഗവേഷകര് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ സാമൂഹ്യ പാരിസ്ഥിതിക ആഘാതങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇവയ്ക്കൊരു മൊറട്ടോറിയം, ഒരു താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമുക്കും ആവശ്യപ്പെടാനുള്ളത് പ്രധാനമായിട്ടും ഈ കടൽ മണൽ ഖനനം ഈ പരിസ്ഥിതി ഉണ്ടാക്കാൻ ഇടയുള്ള പ്രശ്നങ്ങൾ കൃത്യമായി വിലയിരുത്തിയിട്ട് വേണം ഇത്തരം ഖനന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. കടലിലെ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് സർക്കാരുകളാണ്. പരിസ്ഥിതി ആഘാതങ്ങളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഗണിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.